സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. എതിർപ്പുകൾ നമ്മെ കുരിശിലേക്ക് ആനയിക്കുന്നു. കുരിശുകൾ നമ്മെ സ്വർഗ കവാടത്തിലേക്കും നയിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഒരുപാട് എതിർപ്പുകളെ അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ്. എതിർപ്പുകൾ മൂലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ക്ലേശങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ കുരിശിലേക്കാണ് നയിക്കപ്പെടുന്നത്. ആ കുരിശുകൾ നമ്മെ സ്വർഗ കവാടത്തിലേക്ക് ആനയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വന്തക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും മറ്റു പലരിൽ നിന്നും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന എതിർപ്പുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. നമ്മുടെ കർത്താവിനുണ്ടായിരുന്ന എതിർപ്പുകളെ അവിടുന്ന് എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത്, കൈകാര്യം ചെയ്തത് എന്ന് ഇന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ജീവിതത്തിലുണ്ടായ എല്ലാ എതിർപ്പുകളെയും പ്രയാസങ്ങളെയും കർത്താവ് സ്നേഹത്തോടെ അതിനെ നേരിട്ടു. ദൈവോന്മുഖമായി അതിനെ നേരിട്ടു. ആ സഹനങ്ങളെ കർത്താവ് സന്മനസ്സോടെ സ്വീകരിച്ചപ്പോൾ ആ കുരിശുകൾ കർത്താവിന് ലോകത്തിന് രക്ഷ നൽകുന്ന അനുഗ്രഹമായി മാറി. ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ എതിർപ്പുകളെയും കുരിശോട് ചേർത്ത് വെച്ച് കുരിശിൽ നിന്ന് സ്വർഗകവാടത്തിലേക്ക് യാത്ര ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ദൈവം അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. കർത്താവായ യേശു നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.